മൂന്ന് ഇസങ്ങൾ തമ്മിലായിരുന്നു മലപ്പുറത്തെ പോര്. പിണറായിസവും അൻവറിസവും സതീശനിസവും. ഇതിൽ സതീശനിസം ഉണ്ടായത് നിലമ്പൂരിലാണ്. പിണറായിസവും അൻവറിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും നിലമ്പൂരിലേത് എന്ന വിലയിരുത്തലിനിടയിലാണ് സതീശനിസം എത്തിയത്. UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ PV അൻവറിനെതിരെ സതീശൻ ഉറച്ച നിലപാടെടുത്തു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതെ ആര്യാടൻ ഷൗക്കത്തിന് കൈകൊടുക്കുകയും ചെയ്തു സതീശൻ. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്താണെങ്കിലും യഥാർത്ഥ വിജയി VD സതീശൻ കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് ചുമതലയേറ്റതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന് മൃഗീയ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ സാധിച്ചതിലൂടെ സതീശന്റെ നേതൃത്വം കൂടുതൽ കരുത്താർജിക്കുകയാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം ചേലക്കരയൊഴികെ മറ്റെല്ലാ UDFന് ജയിക്കാൻ സാധിച്ചു. ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും LDFന്റെ വോട്ട് കുറയ്ക്കാനും സാധിച്ചു. അങ്ങനെ കോൺഗ്രസിലും UDFലും സതീശൻ കൂടുതൽ കരുത്തനാവുകയാണ്. എടുക്കുന്ന നിലപാടുകളിലെ കാർക്കശ്യം അണികൾക്കിടയിലും അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. എന്തായാലും നിലമ്പൂരിലും പിണറായിയുടെ കണക്ക് കൂട്ടൽ തെറ്റിയതോടെ പിണറായിസത്തിനും അടിതെറ്റി, അൻവറിസത്തിനും നിലമ്പൂരിൽ വിലയില്ലാതെയായി. അങ്ങനെ രണ്ട് ഇസങ്ങളും പിഴച്ചെടുത്ത് സതീശനിസം ജയിക്കുന്നു. ഫലപ്രഖ്യാപനത്തിന് PV അൻവറിന്റെ UDF പ്രവേശനമടക്കം സജീവമായി ചർച്ചയാകുമ്പോഴും സതീശന് കുലുക്കമില്ല. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ PV അൻവർ നടത്തിയ പ്രസ്താവനയോട് നോ കമന്റ്സ് എന്നാണ് സതീശൻ പ്രതികരിച്ചത്. VD സതീശനോട് വിരോധമില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് വേദനയുണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞുവെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു സതീശന്റെ പ്രതികരണം. നിലമ്പൂരിൽ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിന് എന്നൊരു വ്യാഖ്യാനം ഇല്ലെന്നും കോൺഗ്രസിൽ സതീശനിസം എന്നൊന്ന് ഇല്ലെന്നുമായിരുന്നു നേരത്തെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. സമാനമായ അഭിപ്രായം K മുരളീധരനും പ്രകടിപ്പിച്ചു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയമുറപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സതീശനിസത്തിന്റെ വിജയമായി തന്നെ അത് അടയാളപ്പെടുത്തും. PV അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ UDFന്റെ പടിക്ക് പുറത്തു നിർത്തിയത് VD സതീശന്റെ പിടിവാശിയായിരുന്നില്ല, അതൊരു പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസമായിരുന്നു. ഇത് അടിവരയിടുന്നതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ നിലയല്ല. ഭരണകക്ഷി എന്ന നിലയിലും സ്വന്തം MLA ആരോപണം ഉന്നയിച്ച് രാജിവെച്ച സീറ്റ് എന്ന നിലയിലും CPM ഏറെ പ്രതിരോധത്തിലായിരുന്നുവെങ്കിലും സതീശനെടുത്ത നിലപാടുകൾ അതിനേക്കാൾ വലിയ പ്രതിരോധത്തിൽ കോൺഗ്രസിനെയും സതീശനെയും കൊണ്ടെത്തിച്ചിരുന്നു. അൻവറിനെ അടുപ്പിക്കുന്ന കാര്യത്തിലും സതീശൻ അണുവിട മാറ്റമില്ലാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കളുടെ പട്ടികയിലേക്ക് സതീശൻ എത്തുന്നുവെന്ന് വിശേഷിപ്പിക്കുന്നതിലും തെറ്റില്ല. കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണമെന്നും ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടി നൽകുന്നതാണ് നിലമ്പൂരിലെ വിജയം.